ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു അയൺ ഫാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്ന ഒരാളാണ് നമ്മുടെ ഒരു വില്ലേജസ് ഗൈസ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ വില്ലേജ് നോക്കുകയാണെങ്കിൽ കുറച്ച് വില്ലേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വില്ലേജർ ബ്രീഡർ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വില്ലേജസ് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയൊരു വില്ലേജർ ബ്രീഡർ അങ്ങ് സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് അതിൻ്റെ പണിയിലേക്ക് എടുക്കണം. നമ്മുടെ അടുത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ ഒന്ന് തോന്നുന്നു ഗൈസ്, ഇതൊക്കെ മതിയാവുമെന്ന് വിചാരിക്കാം. സോ എന്തായാലും നമ്മൾ ഈ ഒരു കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു വില്ലേജർ ബ്രീഡർ അങ്ങ് സെറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. എന്താ അവിടെ കണ്ട ഒരു ഷീപ്പിനെ കണ്ടോ ഗൈസ്? അവിടെ ഒരു വൈറ്റ് ഷീപ്പിനെ കണ്ടില്ല? ആ വൈറ്റ് ഷീപ്പ് നിൽക്കുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മൾ പുതിയ ഒരു വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഞാൻ മൈൻഡ് ചെയ്ത് ഞാൻ കുറച്ച് അയണും കാര്യങ്ങളും സെറ്റാക്കി ഞാൻ ഫർണസിൽ വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ഏകദേശം ആയെന്നാണ് തോന്നുന്നത്. ഓക്കെ, 22 അയൺ ആയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഇതൊന്നും എടുക്കാം. ഓക്കെ, ഇതിൽ 22 അയൺ ഉണ്ട്. ബാക്കി ഒരു 3 കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൽ കത്തിക്കാനുള്ള സാധനം തീർന്നിട്ടായിരിക്കും. കുറച്ചും കൂടി ഐറ്റംസ് എടുക്കുക. കുറച്ചുകൂടി സ്റ്റോണൊക്കെ കൈ പിടിക്കുക. അതുപോലെ തന്നെ കുറച്ച് വുഡും കയ്യിൽ വേണം. പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് കയ്യിൽ കുറച്ച് അയൺ കൂടി ഉണ്ട്, അതും എടുക്കാം കേട്ടോ. ഓക്കെ പിന്നെ നമുക്ക് റെയിലും വേണം. അതുപോലെ തന്നെ ഡിറ്റക്ടർ റെയിലും വേണം. ഡിറ്റക്ടർ റെയിൽ വേണോ? അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തരാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് സെറ്റാക്കി നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കൈ പിടിക്കാം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം കേട്ടോ. നമുക്ക് എന്തായാലും നമ്മൾ ആ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇവിടെ ആട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു ഗ്രാസും കാര്യങ്ങളും പൊട്ടിച്ചളയാം. പിന്നെ ഗൈസ്, നമ്മൾ ഈ ഒരു ഷെയ്ഡർ യൂസ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഷെയ്ഡർ അല്ലാതെ നമുക്ക് ഷെയ്ഡർ ഒഴിവാക്കി നമ്മൾ ഡിഫോൾട്ട് മോഡിൽ കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഈ ഷെയ്ഡർ വേണമെങ്കിൽ ഒഴിവാക്കാം. ഈ ഒരു ഷെയ്ഡർ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ എന്തായാലും താഴത്തെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ഒരു കാര്യം മറന്നു ഗൈസ്, നമുക്ക് ബക്കറ്റ് ആവശ്യമുണ്ട്. ബക്കറ്റും അതുപോലെ തന്നെ വാട്ടർ ആവശ്യമുണ്ട്. സോ അതെടുത്തിട്ട് വരാം കേട്ടോ. ഒരു 3 ബക്കറ്റ് വേണ്ടി വരും. 3 ബക്കറ്റ് വേണ്ട, ഓക്കെ 2 ബക്കറ്റ് മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ സെറ്റ് ആക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്, ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. എന്തായാലും നമുക്ക് വേഗം പോയിട്ട് ആ വാട്ടറിൻ്റെ അടുത്ത് പോകണം. ഓക്കെ, നമ്മളെന്തായാലും വാട്ടർ എടുത്തിട്ടുണ്ട്. ഒരു ടോർച്ച് ആവശ്യമുണ്ട്. ഓക്കെ, ഒരു ടോർച്ച് കൂടി എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ബെഡ് ഉണ്ടാവും. ഈ ഒരു ബെഡും പൊട്ടിക്കാം. ബെഡും ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 4 ബെഡിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊരു അടിപൊളി വീടാണല്ലോ. ഇവിടെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. സീന് സാധനം. സോ ഇവിടെ ഓക്കെ, ഇത് കണ്ട ഗൈസ്, ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ഞാനിപ്പോഴാണ് കാണുന്നത്. സോ നമുക്കിത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കണ്ട, ഇവിടെ ഒരു ലൈബ്രറി കാണുന്നുണ്ട്. നമുക്കിത് ജോബ് കൊടുക്കാൻ ഉപകാരപ്പെടും. എന്തായാലും പൊട്ടിച്ചെടുക്കാം. സോ ബെഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവന്മാരൊക്കെ കയറി കിടന്ന് രാത്രിയായോ? എന്തായാലും നമുക്ക് കയറി കിടക്കാം കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള ബെഡൊക്കെ എടുത്തെന്നാണ് തോന്നുന്നത്. നമുക്ക് നമ്മുടെ ഫാമിംഗ് ഏരിയയിലേക്ക് പോകാം കേട്ടോ ഗൈസ്. സോ നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ ഇവിടെ വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എടുത്ത ഗ്രാസൊക്കെ പോയിക്കോളും. എന്നാലും നമുക്ക് ഡേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇൻഫിനിറ്റി വാട്ടർ സെറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു ഇൻഫിനിറ്റി വാട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈസി ആയിട്ടോ. ഇവിടെ ഒരു വാട്ടർ ഒഴിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റി വാട്ടർ സെറ്റ് ആയി. നമുക്ക് എത്ര വേണമെങ്കിലും ഒന്ന് വാട്ടർ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഇതിൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒരു ഡേറ്റിൽ. ഓക്കെ, ഇവിടെ നമ്മൾ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഡേറ്റും കാര്യങ്ങളും എടുക്കുക. എന്നിട്ട് 4 ബ്ലോക്സ് നമുക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യണം. 2 3 4 2 3 4 2 3 4. ഇനി നമുക്ക് ഫുള്ള് ബിൽഡ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഡേട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ ഡേട്ടും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ കിളച്ച് കൊടുക്കണം. നമ്മുടെ ഒരു ഹോ വെച്ചിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് ഇവിടെ നമ്മുടെ ഒരു സീഡ്സും കാര്യങ്ങളും നടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. എന്തായാലും നമുക്ക് ഫുള്ളങ്ങ് ഹോ വെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ള് കിളച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വില്ലേജറിന് കൊടുക്കാൻ പോകുന്ന ജോബ് എന്ന് പറയുമ്പോൾ ഫാർമർ എന്ന് പറയുന്ന ഒരു ജോബാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഒരു ഓക്കെ സെറ്റ് നമ്മളെ കമ്പോസ്റ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. എന്നിട്ട് നമ്മുടെ ഒരു കമ്പോസ്റ്റർ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇവിടെ ഒന്നുകൂടി നമുക്കൊന്ന് ഹോ ചെയ്ത് കൊടുക്കാം. മിക്കവാറും നമ്മളെന്തായാലും വില്ലേജറിനെ ഇതിനോട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഇവിടേക്ക് ഒന്ന് ഡേട്ടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ചിലപ്പോൾ ഹോ ചെയ്യേണ്ടി വരും. നമ്മളെന്തായാലും ഇപ്പം നട്ട് കൊടുക്കുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് നടുന്നതായിരിക്കും സേഫ് കേട്ടോ. നമ്മുടെ ഒരു വില്ലേജർ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് സൈഡ് ഫുള്ള് ബിൽഡ് ചെയ്തെടുക്കണം. നമ്മുടെ സ്റ്റോൺ എടുക്കാം. നമ്മുടെ ഒരു ഡീപ്പ് സ്ലൈറ്റ് എടുത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ബിൽഡ് ചെയ്യാം കേട്ടോ. അയ്യോ ഗൈസ്, അവിടെ അറിയാതെ നമ്മുടെ ബ്ലോക്ക് വെച്ച് പോയി. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പൊട്ടിച്ചറിയാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിലേക്ക് വില്ലേജറിനെ കൊണ്ടുവരണം. യെസ്, അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഒരു സ്ഥലം നമുക്ക് ഗ്യാപ്പ് ഇടണം. സോ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ തന്നെ ഒരു ഗ്യാപ്പ് ഇടാം കേട്ടോ. ഓക്കെ, നോക്കട്ടെ. ഇവിടെ ഗ്യാപ്പ് ഇടാം. ഓക്കെ, നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. സോ ഇനി നമുക്ക് പുറത്തോട്ട് ബിൽഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബെഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ പൊട്ടിച്ച് കളയണം താഴോട്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ട്രാപ്പ് ഡോറ് 3 ട്രാപ്പ് ഡോറ് സെറ്റ് ആക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ട്രാപ്പ് ഡോർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. സോ ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒന്ന് റെഡിയാണോ? ഓക്കെ, നമുക്ക് ആ ഒരു സൈഡോട്ട് പോകണം. ഓക്കെ, എന്നിട്ട് ഇവിടെയും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇനി നമ്മുടെ വില്ലേജേഴ്സിന് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. വലിയ വില്ലേജസിനൊന്നും ഇനി അങ്ങോട്ട് പുറത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ സ്റ്റക്കായിരിക്കും. കണ്ടില്ല, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. സോ ഇനി നമുക്ക് ബെഡ് സെറ്റ് ചെയ്യണം. സോ ബെഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഒരു ബെഡ് കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ബെഡ്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ബ്ലോക്സ് ഇങ്ങോട്ട് വെക്കാട്ടോ. ഓക്കെ, ബിൽഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് ചുറ്റും നമുക്ക് എന്തായാലും ഒന്ന് കവർ ചെയ്തേക്കാം. കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വാട്ടർ ഇതിൻ്റെ അടിയിലോട്ട് പോകണം, എന്നിട്ടാണ് ബിൽഡ് ചെയ്യാൻ. സോ
നമുക്ക് ഈ ഒരു ബേബി വില്ലേജസിനെ ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റപ്പ് സെറ്റാക്കണം. സോ അപ്പോൾ നമുക്ക് കുറച്ച് താഴോട്ട് പോവാം. ഓക്കെ, എത്ര മതിയാവട്ടെ. ഇനി എന്തായാലും നമുക്ക് എടുക്കാനുള്ള ഒരു സ്ഥലം സെറ്റാക്കണം, നമ്മുടെ ഒരു ബേബി വില്ലേജസിനെ കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലം. സോ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് കുറച്ചങ്ങ് ബിൽഡ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ ഓക്കെ, സെറ്റാണ്. ഇനി നമുക്കിവിടെ വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, കണ്ടില്ല ഗൈസ്. ഇനി ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബേബി വില്ലേജേഴ്സ് ഇവിടെ വന്ന് വീഴുമ്പോൾ ഇതിങ്ങനെ ഒലിച്ച് നമ്മുടെ ഒരു ബേബി വില്ലേജർ ഇങ്ങനെ പോകും ഗൈസ്. അങ്ങനെ പോയി 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 ഇവിടെ വന്ന് നിൽക്കും കേട്ടോ. ഇനി എന്തായാലും ഇത്ര മതിയാവും. ഇവിടെ നമുക്ക് ബിൽഡ് ചെയ്യാം കേട്ടോ. നമുക്ക് മുകളിലോട്ട് ബ്ലോക്ക് പൊട്ടിക്കാം. വാട്ടർ എടുത്തിട്ട് വരാം. അതുപോലെ തന്നെ ഒരു സൈൻ ബോർഡ് കൂടി സെറ്റാക്കണം. 2 സൈൻ ബോർഡ് കൂടി ആവശ്യമുണ്ട്. സൈൻ ബോർഡൊക്കെ ഓക്കെ. ഇനി എന്തായാലും നമുക്ക് താഴോട്ട് പോകാം കേട്ടോ. സെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഒരു സംഭൂടി മറന്നിട്ടോ. സോറി. നമുക്കൊരു വാള് സെറ്റാക്കണം. വാളൂടി സെറ്റാക്കാം ആണോ. ഓക്കെ, വാള് സെറ്റായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സൈൻ ബോർഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സൈൻ ബോർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ്, അറിയൂല. സോ ഇവിടെ സൈൻ ബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാട്ടർ ഒഴിച്ച് കൊടുക്കാം. സെറ്റായോ? സെറ്റായെന്നാണ് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, സെറ്റാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ നമ്മുടെ വില്ലേജേഴ്സിന് എടുക്കാനുള്ള ഒരു സ്ഥലം സെറ്റാക്കാം. ഇവിടെ ഗ്ലാസ്സസ് സെറ്റ് ചെയ്യാം കേട്ടോ. ഗ്ലാസ് അതിനകത്തൊന്നും ഇല്ല ഗൈസ്, കുറച്ച് ഗ്ലാസ്സേ ഉള്ളൂ. ഉള്ളത് വെച്ച് എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്തായാലും പൊട്ടിച്ച് കളയാട്ടോ. നമുക്ക് ഇതിലൂടെയാണ് നമ്മളെ വില്ലേജസിനുള്ളിലോട്ട് കയറ്റാൻ പോകുന്നത്. ഇവിടെ ഈ വില്ലേജർ എവിടെ പോയിടാ? വില്ലേജർ ഏതോ പണിക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. കയറും അവരൊക്കെ കേട്ടോ കാട്ടിലേക്കേറ്റോ പോയി തോന്നുന്നു. താര ഇതിൻ്റെ മുകളിലൊരു വില്ലേജർ ആക്കുന്ന, ആ വീടിൻ്റെ മുകളിലൊരു വില്ലേജർ. അങ്ങോട്ട് പോയി അതിൻ്റെ മുകളിലൊരു വില്ലേജർ ഉണ്ട് കേട്ടോ. ഇവിടെ വില്ലേജർ ഉണ്ടോ? ഇല്ല ഗൈസ്, വില്ലേജറിന് മുകളിലോട്ട് തന്നെ കൊണ്ടുവരാൻ കുറച്ച് പണിയായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്തിക്കണം, അതിൻ്റെ മണ്ടയൊക്കെ എത്തിക്കണ്ടേ, കുറച്ച് പണി ഉണ്ട് കേട്ടോ. സോ അപ്പോൾ എന്തായാലും നമുക്ക് വില്ലേജറിനെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം ഗൈസ്, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇടിച്ച് മാറ്റിയേക്കാം. നമുക്ക് ഫുഡിന് എന്താകുമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് ഇതാണ്ട് ഇവിടെ ഫുഡ്. ഓക്കെ, ഇതാ വില്ലേജറെ എന്തേനെ. ഓക്കെ, ഈ വില്ലേജറിന് ഇവിടെ ആട്ടാ ജോബ്, കണ്ടില്ലേ? ഇതാണ് ഈ വില്ലേജറിൻ്റെ ജോബ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഈ ഒരു വില്ലേജറിനെ കൊണ്ടുപോകട്ടോ. കമോൺ വില്ലേജർ, നിൻ്റെ ജോബ് ഞാൻ അങ്ങ് എടുക്കുക കേട്ടാ. ബാബാ, നിനക്ക് ഞാൻ വേറെ ജോബ് തരാം, അങ്ങോട്ട് വാ. ഓക്കെ, മാറി നിൽക്കണാണ് ചെങ്ങായത്. കമോൺ വില്ലേജർ, കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. ഓക്കെ, അവൻ വരുന്നുണ്ട് കേട്ടോ. ആ ടൈം നമുക്കിത് പൊട്ടിച്ച് കളയണം. വീണ്ടും അവൻ എടുക്കാൻ വരും, നമ്മൾ പൊട്ടിച്ച് കളയണം. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇവിടേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വീണ്ടും ഇത് എടുക്കാൻ വേണ്ടി വരും. ആൻഡ് നമുക്കൊന്നുകൂടി പൊട്ടിക്കണം. പൊട്ടിച്ചു. ഇനി നമുക്കിതാ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വീണ്ടും ഇവിടെ എടുക്കാൻ വേണ്ടി വരും. ഇടേ മായ പെയ്തിട്ടോ. ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലേ ഗൈസ്, ഒരു കണക്കിന് നമ്മൾ 2 ആൾക്കാർക്കും ജോബ് കൊടുത്തതാണ്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, 2 വില്ലേജറിനെ. ഓക്കെ, ഇനി എന്തായാലും നല്ല രീതിക്ക് ടൈം എടുത്ത് ഗൈസ്. സോ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റണം ഈ 2 വില്ലേജറിനെ. അതാണ് ടാസ്ക് ആയിട്ടുള്ള പരിപാടി കേട്ടോ. സോ നമുക്ക് ഒരുത്തൻ്റെ ജോബ് അങ്ങ് പൊട്ടിച്ച് കളയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോടെ. ഓക്കെ, ഒരുത്തൻ കയറുന്നുണ്ട് കേട്ടോ. ഒരുത്തൻ കയറി മിക്കവാറും ഇങ്ങോട്ട് തന്നെ ഇറങ്ങാനും ചാൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബ്ലോക്ക് വേഗം ഇടാം. ഓക്കെ,
അവൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തവൻ്റെ ജോബ് കൊടുക്കണം. അതിന് ഒരു കാര്യം ചെയ്യാം, ഒരുത്തനോട് കയറ്റാണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ജോബ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റവനോടി വന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിക്കോളും. ഇതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇനി പൊട്ടിക്കാട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ഇവൻ്റെ ഈ ഒരു സാധനം പൊട്ടിക്കാം. പോരുത്. ഡേയ് ഇവനത് ഓടുന്നു. എന്നാ എൻ്റെ ജോബ്. ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഓൻ അവിടെ നിന്ന് പോകും. ഇങ്ങോട്ട് വാ. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്ത് പൊട്ടിക്കാട്ടോ. നമ്മൾ ഇറങ്ങി ഓടാൻ ചാൻസ് ഉണ്ട്, അതാണ് എൻ്റെ പേടി. ഇങ്ങോട്ട് വാ, പോയി കയറി. വേഗം കയറി. മറ്റവൻ ഇറങ്ങി വരുന്നതിന് നമുക്ക് വേഗം എന്നോട് കയറ്റണം. ഓക്കെ യെസ് ഫൈനലി ഗൈസ്. ഒരു കണക്കിന് നമ്മൾ 2 വില്ലേജർ അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഈസി. സോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ ഒരു സ്റ്റെപ്പ് പണിയണം. സോ ഇവിടെ സ്റ്റെപ്പ് പണിയാട്ടോ. സ്റ്റെപ്പ് എന്നൊന്നുമില്ല, ചെറുതായിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാനേ ഉള്ളൂ. ഓക്കെ, നോക്കട്ടെ. ഓൾ സെറ്റ്. ഇനി നമുക്ക് ഈ ഒരു ജോബ് പൊട്ടിച്ച് കളയാം കേട്ടോ. നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ജോബ് പൊട്ടിച്ച് കളയാം. ഓക്കെ, പിന്നെ ട്രാപ്പ് ഡോർ നമ്മൾ കളഞ്ഞാണ്. സോ ഇനി നമുക്ക് ഇവിടെ ഹോ ചെയ്യാം, ഇവിടെയും ഹോ ചെയ്യാം, ഇവിടെയും ഹോ ചെയ്യാം. എന്നിട്ട് നമ്മുടെ സീഡ്സ് നട്ടു കൊടുക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ വീറ്റ് സീഡ് കാര്യങ്ങളൊക്കെ നട്ടു കൊടുക്കാം കേട്ടോ. ബാക്കിയവന്മാർ നട്ടോളും തോന്നുന്നു. എന്തായാലും നമ്മളെ കയ്യിലുള്ളത് എന്തായാലും നമുക്ക് മൊത്തം ഇവിടെ നട്ടു കൊടുക്കാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാൻ കേട്ടോ. ഇവന്മാരെ ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് ഒരു ബ്ലോക്ക് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇവന്മാർ പിന്നെയും ചാടി ഇവിടെ ഫുള്ള് ഡേട്ടാകും. ഇതുണ്ടല്ലേ, ഇത് ഒരുത്തൻ ചാടി ഇപ്പോൾ ഡേട്ടാക്കിയതാണ്. സോ നമുക്ക് ഇവിടെയും കൂടി ഒന്നുകൂടി ഹോ ചെയ്ത് കൊടുക്കട്ടോ. ഒന്നും കൂടി ഹോ ചെയ്യാം. ആൻഡ് നമ്മുടെ സീഡ് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ബാക്കി സീഡ് എന്തായാലും അവർ സെറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം കേട്ടോ. ഓക്കെ, പോൾ സെറ്റ് ഗൈസ്. ഏകദേശം നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മുകൾ ഭാഗം ബിൽഡ് ചെയ്യണം കേട്ടോ. അതിന് നമുക്ക് കുറച്ച് സ്ലാബ് ആവശ്യമുണ്ട്. നമുക്ക് കോബിൾ സ്റ്റോൺ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ സ്ലാബ് കൂടി സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു റൂഫും കൂടി ലെവലാക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് പുറത്തോട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്ലാസ് സെറ്റ് ചെയ്യാം കേട്ടോ. ചെറിയൊരു വ്യൂക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഗ്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ചുറ്റും അങ്ങനെ നമുക്ക് ഗ്ലാസ് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ 21 ഗ്ലാസ് ഉണ്ട്, മൊത്തം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു ടോർച്ച് സെറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ടോർച്ച് സെറ്റ് ചെയ്യാൻ മറന്നുപോയി. ഇവിടെ ഒരു ടോർച്ച് ഒക്കെ ഇട്ട് നമുക്ക് ഇവിടെയും കൂടി ഒരു ടോർച്ച് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്ലാസും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ കണ്ട വേറെ ലെവലിൽ ലുക്കായിരുന്നു നമ്മളെ ഫാം. മുകളിലത്തെ ആ ഒരു റൂഫും കൂടി സെറ്റായി കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും സ്ലീപ്പ് ചെയ്തിട്ട് വരാട്ടെ, രാത്രി ആവുന്നുണ്ട്. സ്ലാബ് ഓക്കെ സ്ലാബ് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലും വേണമെങ്കിൽ ഒരു ടോർച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ വെട്ടല്ലാണ്ട് ചിലപ്പോൾ ഇതിനുള്ളിലൊക്കെ എന്തെങ്കിലും സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഫുള്ള് സ്ലാബായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ റൂഫും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വില്ലേജർ ബ്രീഡർ വേണ്ട ഇവിടെ സെറ്റായിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ വർക്കിംഗ് ആണോ എന്ന് അറിയണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് ബ്രെഡ് കൊടുത്തു നോക്കാം കേട്ടോ. ഓക്കെ, ഇത് മതിയാവട്ടെ ഗൈസ്. ഇനി നമുക്ക് പോയിട്ട് ബ്രെഡ് ശരിയാക്കാം ഗൈസ്. ബ്രെഡ് റെഡിയാക്കാം ഗൈസ്. സോ ഓക്കെ, ഇവിടുന്ന് ഒരു ടോർച്ച് കൂടി അടിച്ച് മാറ്റാം കേട്ടോ. നമുക്ക് ടോർച്ചിന് ആവശ്യമുണ്ട് അവിടെ. സോ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ ബ്രെഡ് നമുക്ക് ഇതിൻ്റെ അടിയിലൂടെ ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ, ബ്രീഡ് ആകുമെന്ന്. നമ്മളെ വർക്കിംഗ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്തായാലും ഇട്ട് നോക്കാം. ഇതെന്താ വന്ന് എടുക്കാത്തവന്മാർ? ഇതിൻ്റെ ഉള്ളിൽ വില്ലേജർ ഇല്ലേ പൈസ? വില്ലേജർ വന്ന് എടുക്കുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, എടുത്തെന്ന് തോന്നിട്ടോ ഗൈസ്. ഓക്കെ, സെറ്റ് ആവുന്നുണ്ട്. വർക്കായെന്ന് ഇപ്പം കാണട്ടെ ഗൈസ്. വർക്കായിട്ടുണ്ടെങ്കിൽ വർക്കായോ? ഓക്കെ, ഫൈനലി ഗൈസ് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടോ. എനിക്ക് തോന്നുന്നു വർക്കായെന്നാണ്. നമുക്ക് എന്തായാലും ഗ്ലാസിനുള്ളിൽ കൂടി നോക്കാം കേട്ടോ. വെയിറ്റ്. വർക്കായിട്ടുണ്ടെങ്കിൽ അണ്ണൻ നമ്മുടെ വായിൽ കാണാം. വെയിറ്റ് നോക്കട്ടെ. ബേബി വില്ലേജർ വന്നോ? ഓക്കെ, ബേബി വില്ലേജർ സൗണ്ട് ഇട്ട് എനിക്ക് തോന്നുന്നു ബേബി വില്ലേജർ അതിലൂടെ ചാടിയും തോന്നിട്ടോ. വേണ്ട ഗൈസ്, ബേബി വില്ലേജർ സംഭവം വർക്കിംഗ് ആണ് ഗൈസ്, പക്കാ വർക്കിംഗ് ആണ്. അതാണ് നമ്മുടെ ബേബി വില്ലേജർ വന്നു. സൗമാർ എന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ അവന്മാർ തന്നെ ഓട്ടോമാറ്റിക് സെറ്റ് ആകും. ഇതിപ്പോൾ നമ്മൾ ബ്രെഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ വീറ്റ് ഫുള്ള് വളർന്ന് വന്നാലേ അവർ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുള്ളൂ. നമ്മുടെ ഒരു ബ്രീഡർ വർക്കാവുള്ളൂ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുന്ന് ബ്രീഡാവുന്ന ഒരു വില്ലേജർ ബേബി ഈ ഒരു വാട്ടിലൂടെ ഒഴുകി ഇവിടെ വരും. അതിനുശേഷം ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക ഒരു ചെറിയ ബേബി വില്ലേജർ. അതിനുശേഷം ഈ ബേബി വില്ലേജർ വളർന്ന് വലുതായി വലിയൊരു വില്ലേജർ ആകുമ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് വന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പൊന്തി വരും. അതാണ് സംഭവം, ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുമ്പോൾ. വില്ലേജർ ബ്രീഡറും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ്. സോ ഇനി എന്താണ് തുടങ്ങേണ്ടത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് തുടങ്ങണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പം ബൈ ഗൈസ്.